പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സമയത്ത് തന്നെ നിയമസഭയിൽ പ്രതിപക്ഷം സമ്പൂർണ്ണമായ ആധിപത്യം ചെലുത്തുമെന്നും, പ്രതിപക്ഷമല്ല ഭരണപക്ഷം സമ്പൂർണ്ണമായ ആധിപത്യം ചെലുത്തുമെന്നും, പ്രതിപക്ഷം ഒരു നനഞ്ഞ പടക്കമായിരിക്കുമെന്നും, ഒരു ഡാം സ്ക്വിബായിരിക്കുമെന്നും ഞാൻ കാര്യകാരണ സഹിതം ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള നിയമസഭാംഗങ്ങൾ അവരുടെ കഴിവ്, പ്രസംഗത്തിനുള്ള കഴിവ്, ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അത് ചെയ്തപ്പോഴത്തേക്കും സതീശൻ മുതലുള്ള KM ഷാജി അങ്ങനെയുള്ള ഈ ഭരണപക്ഷത്തെ പ്രാസംഗികരുടെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പ്രതിപക്ഷത്ത് എടുത്തു പറയാൻ പോലും ആരുമില്ല എന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ എന്തും നടന്നു, നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ പ്രതികരണം അല്ലെ അവരുടെ പ്രകടനം എന്തായിരുന്നു, പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെ കേരളത്തിൻ്റെ ഭരണപ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദുർബലമായിട്ടുള്ള ഭരണപക്ഷം, ശക്തമായിട്ടുള്ള പ്രതിപക്ഷം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം 2001-2006 കാലഘട്ടമായിരുന്നു. ആ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ദുർബലമായിട്ടുള്ളൊരു ഭരണപക്ഷം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2011-2016 കാലഘട്ടം, അന്നും ഏതാണ്ട് 68 പേരുള്ള PS അച്യുതാനന്ദൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിപക്ഷം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ദുർബലമായിട്ടുള്ള ഭരണപക്ഷം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി 2006-2011 കാലഘട്ടത്തിൽ PS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള ഭരണപക്ഷം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ദുർബലമായിട്ടുള്ള പ്രതിപക്ഷം, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. 2016-2026 കാലഘട്ടത്തിൽ അംഗബലം കൊണ്ട് ശക്തമായിട്ടുള്ള ഭരണപക്ഷം, പിണറായി വിജയൻ അത്ര ശക്തനായിരുന്നില്ലെങ്കിലും ഏതാണ്ട് 99 പേരുടെ ശക്തമായിട്ടുള്ള ഒരു ഭരണപക്ഷവും ദുർബലമായിട്ടുള്ളൊരു പ്രതിപക്ഷവും, അത് നമ്മൾ കണ്ടത്. അതിൽ ദുർബലമായിട്ടുള്ള പ്രതിപക്ഷത്തിനിടയിലും ഒരു വാഗ്മിയായിട്ടുള്ള സതീശൻ്റെ പണ്ഡിതോചിതമായിട്ടുള്ള ചില ഇടപെടൽ, അതും നമ്മൾ 2021-2026 കാലഘട്ടത്തിൽ കണ്ടു. 2016-2021 കാലഘട്ടത്തിലും ശക്തമായിട്ടുള്ള ഭരണപക്ഷത്തിനായിരുന്നു പ്രാധാന്യം. ഇതാണ് നമ്മൾ 2001 മുതലുള്ള ഭരണപ്രതിപക്ഷങ്ങളുടെ താരതമ്യ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, എന്നാൽ ഈ 2026-31 കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഭരണപക്ഷമെന്നും, ഭരണപക്ഷത്തിൻ്റെ ശക്തി എന്തായിരിക്കുമെന്നും, പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം എന്തായിരിക്കുമെന്നും ഈ ബജറ്റ് സമ്മേളനത്തോടു കൂടെ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ ഒരു പഞ്ച് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് 102 പേരുണ്ടായിരുന്നുവെങ്കിലും എടുത്തു പറയത്തക്ക പ്രകടനം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി VD സതീശൻ്റെതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന VD സതീശൻ്റെ ശൈലി, കാര്യകാരണ സഹിതമുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം, ആദ്യമായൊരു അഴിമതി ആരോപണം നേരിട്ടുവെങ്കിൽ പോലും ആ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിനാണ് കൂടുതൽ പങ്ക് എന്ന് തെളിയിക്കുന്നതിൽ സതീശൻ കാണിച്ച ഒരു ഔത്സുക്യം, അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തായിരിക്കും 2026-31 ഭരണപക്ഷം എന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ ഭരണപക്ഷത്തെ പലരുടെയും പ്രസംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ശക്തമായിട്ടുള്ള കടന്നാക്രമണമായിരുന്നു എന്നത് എടുത്തു പറയാതിരിക്കാൻ കഴിയുകയേയില്ല.
മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാം സ്ക്രിബ്, നനഞ്ഞ പടക്കം, 80 കഴിഞ്ഞ രോഗാതുരനായിട്ടുള്ളൊരു വയോവൃദ്ധനും കുറച്ച് തിരിഞ്ഞു നടക്കുന്ന അനാഥ പ്രേതങ്ങളും. ബാലഗോപാൽ, KN ബാലഗോപാൽ, പ്രസാദ്, K രാജൻ, അതൊക്കെ പോലെയൊക്കെ ഉള്ള ചില തിരിഞ്ഞ് നടക്കുന്ന ചില അംഗങ്ങളും അവരുടെ നേതൃത്വത്തിൽ രോഗാതുരനും 80 വയസ്സ് കഴിഞ്ഞ ആളുമായിട്ടുള്ള വിജയൻ. ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു സംവിധാനം, ഒരു കീറിപ്പറിഞ്ഞ പ്രതിപക്ഷം. സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2001, 2006 കാലഘട്ടത്തിലെ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, അതിശക്തമായിട്ടുള്ള കടന്നാക്രമണം. ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും ഈ അന്നത്തെ ഭരണപക്ഷത്തെ എടുത്ത് ചതയ്ക്കുന്ന ഒരു സമീപനം. അത് 2001, 2006 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. 2011, 2016 കാലഘട്ടത്തിലും അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള 68 പേരുടെ പ്രതിപക്ഷം, അതും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ അതിശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ട നമ്മൾക്ക് ഇത്തവണ ഈ കീറിപ്പറഞ്ഞ ദുർബലമായ പ്രതിപക്ഷത്തെ കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കാനാണ് നമുക്ക് തോന്നുക. മറുവശത്ത് സതീശൻ്റെ ഒറ്റയ്ക്കുള്ള കടന്നാക്രമണം, അതതിൻ്റെ ഒരു ഫുൾ ബ്ലൂമിൽ നമ്മൾ ഇത്തവണ നമുക്ക് കാണാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും ശക്തമായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന മുഖ്യമന്ത്രി VD സതീശൻ, അതാണ് നമുക്കിന്ന് കാണാൻ കഴിയും. ആ VD സതീശൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം അത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ ആധിപത്യം അത് ജനാധിപത്യത്തിന് നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ്. ആണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷത്തിന് ആധിപത്യമുള്ള ഹെജിമണിയുള്ള ഒരു സംവിധാനം ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമാവില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ശക്തമായൊരു പ്രതിപക്ഷം ജനാധിപത്യത്തിൽ പ്രധാനമാണ്. പക്ഷേ അതിനുള്ള സംവിധാനം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തില്ല. അതിനുള്ള ആളുകൾ ജയിച്ചു വന്നിട്ടില്ല. ആ പ്രതിപക്ഷത്തെ നയിക്കാൻ വേണ്ടി തീരുമാനിച്ച ആൾ തന്നെ കേരളം റദ്ദാക്കിയ, കേരളം തിരസ്കരിച്ച ഒരു നേതാവാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വശത്തിന് ആധിപത്യമുള്ള ഹെജിമണിയുള്ളൊരു സംവിധാനം ജനാധിപത്യത്തിന് ഭൂഷണമാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പക്ഷം വേറൊരു പക്ഷത്തെ നിരന്തരമായി കടന്നാക്രമിക്കുന്ന ഒരു രീതി ജനാധിപത്യത്തിന് ഒരിക്കലും ചേർന്നതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, VD സതീശൻ്റെ പ്രകടനം ഈ പറഞ്ഞതുപോലെ സ്കിൻറ്റിലേറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്ക് പറയാനൊരു മടിയുമില്ല. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കടന്നാക്രമണം. പക്ഷേ ആ ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ പോലും പല ചോദ്യങ്ങളും മറുപടിയില്ലാതെ അവശേഷിച്ചു എന്നുള്ള കാര്യവും കൂടി ഈ അവസരത്തിൽ നമ്മൾ കാണാതെ പോകരുത്. 102 പേരുടെ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നതാണ് ഈ ഗവൺമെൻറ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോടിയിലധികം ആളുകളാണ് ഈ UDF വോട്ട് ചെയ്തത്. കോൺഗ്രസിന് ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകളാണ് വോട്ട് ചെയ്തത്. ഇടതുപക്ഷത്തെക്കാൾ ഏതാണ്ട് 20 ലക്ഷം വോട്ട് കൂടുതൽ വാങ്ങിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അങ്ങനെ വന്നൊരു ഗവൺമെൻറ് ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഒരു അഴിമതി ആരോപണം നേരിട്ടു എന്നുള്ളത് ആ സർക്കാരിന് ഭൂഷണമാണോ സുഹൃത്തുക്കളെ? യഥാർത്ഥത്തിൽ 102 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് പ്രതിപക്ഷത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ ചുരുട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആദ്യത്തെ സമ്മേളനം ഉപയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അഴിമതി ആരോപണത്തിന് മറുപടി പറയേണ്ട ഒരു ഗതികേടുണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമാണോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി അതിന് ആരോപണത്തിന് മറുപടി പറഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കരിനിഴൽ അപ്പോഴും നിലനിൽക്കുകയല്ലേ UDF സർക്കാരിനെതിരെ. UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് ബക്കാർഡിയുടെ മണം എന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന LDFന് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്തിനായിരുന്നു സുഹൃത്തുക്കളെ? എനിക്കതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഇപ്പോൾ പ്രഖ്യാപിച്ചത്? അതിൻ്റെ യുക്തി എന്തായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഈ നീക്കത്തിനെ അതിശക്തമായി എതിർത്തവരല്ലേ ഇവർ? അവരെന്തിനാണ് ഈ വന്ന ഉടനെ തന്നെ ഈ ഇരട്ടത്താപ്പ് കാണിച്ചത്? അവരെന്തിനാണ് അവരുടെ കൂടെ നിന്ന് മുഴുവൻ ആളുകളെയും എതിർപ്പാളയത്തിൽ എത്തിച്ചത്? അവരെന്തിനാണ് CPMനൊരു അഴിമതി ആരോപണത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ
ഒരു അഴിമതി ആരോപണത്തിന് മറുപടി പറയേണ്ടി വന്നു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാവും പകലും പണിയെടുത്ത ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്കാണ് കോപ്പ് കൂട്ടേണ്ടത്, പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്കാണ് മൂർച്ച കൂട്ടേണ്ടത്, പ്രതിപക്ഷത്തിനെയാണ് ആരോപണത്തിൻ്റെ മുൾമുനയിലും ശരശയിലും നിർത്തേണ്ടത്. അല്ലാതെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ തിരിച്ചാരോപണം കേൾക്കാനല്ല ഇടവരുത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും അടുത്ത 5 വർഷക്കാലം ഒരു കീറിപ്പറഞ്ഞ പ്രതിപക്ഷത്തെ ആയിരിക്കും നമ്മൾ കാണുക. നിർഭാഗ്യവശാൽ കീറിപ്പറഞ്ഞ പ്രതിപക്ഷം. അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല എന്ന് പറയുമ്പോഴും അതിനുള്ളൊരു സംവിധാനം, അതിനുള്ള ആളും കോപ്പും ഒക്കെ മാത്രമേ ഈ UDF-ൻ്റെ LDF-ൻ്റെ കയ്യിലുള്ളൂ. അവർക്ക് പോരാട്ടം നടത്താനായിട്ട് രോഗബാധിതനും 80 വയസ്സിന് മുകളിലുള്ളവരായിട്ടുള്ള പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ പ്രസാദും ബാലഗോപാലും മുഹമ്മദ് റിയാസും കെ രാജനും പോലുള്ള ഉരുപ്പടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഗതികേട്. എന്തൊക്കെ പറഞ്ഞാലും ശക്തമായിട്ടുള്ളൊരു ഭരണപക്ഷം വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിന് മേൽ എപ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഭരണപക്ഷം ഉണ്ടാവുന്നത് അത് വിജയൻ്റെ സമയത്തായാലും സതീശൻ്റെ സമയത്തായാലും അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ള കാര്യവും കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.